ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വേദ കല്യാണി വ്ലോഗ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ന് കളിയാട്ടക്കാവിലേക്ക് പോവുകയാണ്. ഇന്നലെ ഒന്നും പോകാൻ കഴിഞ്ഞില്ല. ഇന്നലെ ഞങ്ങൾ ഗുരുവായൂരിൽ നിന്ന് ഈ സമയം എത്തണുള്ളൂ. പിന്നെ ഞങ്ങൾ പോകുമ്പോൾ അവിടെ കുതിരേനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, രണ്ടെണ്ണം. ഇതിലാണ് പോകുന്നത് ഞങ്ങൾ. അപ്പോൾ നമുക്ക് പോകാം. ഞാനും അച്ഛനും ഇവളും പിന്നെ അച്ഛനും ചേച്ചി മാത്രമാണ് ഉള്ളത്. ആരും വരുന്നത് ഇതാട്ടോ അച്ഛൻ. അപ്പൊ നമുക്ക് പോണ വയ്ക്കാം. നമ്മൾ ഓൺ ദ വേ ആണ്. മുന്നിലാട്ടോ. ഇത് തലപ്പാറ പമ്പിന്റെ കാഴ്ചയാണ്. 100-ലധികം വണ്ടികളാണ് ഇവിടെ നിർത്തിയിട്ടുള്ളത്. ഞങ്ങൾ ഫസ്റ്റ് അവിടെ വണ്ടി വെക്കാന്നാണ് വിചാരിച്ചത്, പക്ഷെ അവിടെ സ്ഥലം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഈ കൊട്ടണ സ്ഥലത്തോട്ട് എത്തി. ഇതാണ് ലാസ്റ്റ് 2 കുതിരകളാട്ടത്. ഇതിന് ശേഷം പിന്നെ കുതിരകൾ ചാൻസ് കുറവാണ് ഉണ്ടാവാൻ. അപ്പം ഇത് 2 ലാസ്റ്റ് കുതിരകൾ. പിന്നെ നല്ല നല്ല കോസ്റ്റ്യൂം ആട്ടോ അവിടെ ഉള്ള. ചെണ്ട കൊട്ടണ ആൾക്കാർക്കൊക്കെ ആണെങ്കിലും പൊടിയൊക്കെ വെത്തറി അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുന്നു. കഴിച്ച് കണ്ടു കഴിഞ്ഞാൽ ആർക്കായാലും ഒന്ന് ഡാൻസ് കളിക്കാൻ തോന്നും. ഞങ്ങൾ ചെറുതായിട്ടൊക്കെ കളിച്ച്. പിന്നെ ഇത് അടുത്ത കുതിരേൻ്റെ അവിടെ എത്തിയപ്പം അടുത്ത കോസ്റ്റ്യൂമാണ്. നേരത്തെ ഒരു അടുത്തായിരുന്നു, ഇപ്പോൾ പച്ചയാണ്. അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല കോട്ടയായിരുന്നു. കണ്ടിട്ട് തൈ മേടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എല്ലാ പ്രാവശ്യങ്ങളും വരുന്ന കഴിഞ്ഞുള്ള മെയിൻ ഹോബിയാണ് തൈ മേടിക്കൽ. അങ്ങനെ ഞങ്ങൾ തൈൻ്റെ പീടികേൻ്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോണ വഴിയിൽ കണ്ടതാണ് പൊയ്ക്കുതിരകൾ മുട്ടിച്ചിറ പള്ളിയിൽ കാണിക്ക അർപ്പിച്ച് അനുഗ്രഹം വാങ്ങുന്ന മനോഹരമായ കാഴ്ചയാണ് ഞങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിത് ആദ്യമായിട്ടാട്ടോ കാണുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ കണ്ടില്ല. പിന്നെ ഞങ്ങൾ തൈ മേടിക്കാൻ അങ്ങോട്ട് പോകുമ്പോൾ നല്ല മഴക്കാറുണ്ട്. ഞങ്ങൾ കുടയാണെങ്കിൽ വണ്ടിയിലും വെച്ച്. അപ്പോൾ ഞങ്ങൾ പോണോ പോണ്ടേ നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. ഞങ്ങൾ ഈ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അത്യാവശ്യം നല്ല മഴ പെയ്ത്. അപ്പോൾ ഞങ്ങൾ അധികം നേരം ഇവിടെ കല്ലൂനി കൊണ്ട് നിൽക്കാതെ നേരെ പോകാൻ വിചാരിച്ച്. അതാവുമ്പം ഞങ്ങൾക്ക് പോണ വഴിക്ക് എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ അത് മേടിക്കാമല്ലോ. എന്തായാലും വരും. അച്ഛനെ കൃഷിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി എന്തായാലും നാളെ വരണം. ഒരു 6 മണിയാകുമ്പോൾ ഞങ്ങൾ വരും. ഇനി അമ്പലത്തിലേക്ക് ഒരു 2.5 കിലോമീറ്റർ എന്തായാലും. അപ്പോൾ ഈ ജനസാഗരത്തിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ അങ്ങോട്ട് പോകുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞങ്ങൾ തിരിച്ച് പോകാൻ തന്നെ വിചാരിച്ച്. അപ്പം ഇതൊരു കുതിര കേട്ടോ, ഞങ്ങൾ വീഡിയോ എടുത്തപ്പം എടുത്തേക്ക് വന്നതാണ്. അപ്പം ഞങ്ങളവിടെ മെല്ലെ പോയി നോക്കി തിരിച്ച് വന്നിട്ട് ഞാൻ പറയാണ് അച്ഛനോട് അവിടെ ചെടി ഉണ്ടെന്ന്. അപ്പം അച്ഛൻ പറഞ്ഞ് ഞാൻ രാവിലെ വന്നിട്ട് മേടിക്കാമെന്ന്. അതിലിടയ്ക്ക് ഈ കുതിര അങ്ങനെ ഡാൻസ് കളിച്ച് വരുന്നതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളടുത്തേക്ക് ജസ്റ്റ് വന്നു. അതാണ് കേട്ടോ ഞാൻ അങ്ങനെ ആക്കിയത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോവാണ് കേട്ടോ. തിരിച്ച് വരുന്ന വഴിക്ക് ഒരു 2 മിനിറ്റ് അച്ഛനെ കാണാതെയും. അപ്പം ഞങ്ങൾ അച്ഛനങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അവിടെ സൈഡിൽ ഹൈഡ്രജൻ ബലൂണൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. കല്ലിനത് വേണമെന്നുണ്ടായിരുന്നു, പക്ഷേ അവൾ വേണമെന്നും പറഞ്ഞില്ല, ഞങ്ങളൊട്ടും ചോദിച്ചതുമില്ല. അപ്പം നാളെ ഇനിയിപ്പോൾ പോവുകയാണെങ്കിൽ എന്തായാലും മേടിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അച്ഛൻ വന്നിട്ടു. പിന്നെ
അച്ഛൻ ഫോൺ വിളിച്ചപ്പോൾ കിട്ടിയപ്പോൾ അച്ഛൻ വന്ന് ലാസ്റ്റ് നേരത്തെ ഇവിടെ ആദ്യം കണ്ടില്ലേ 2 കുതിരകൾ, അതിപ്പോഴും അവിടെ തന്നെ ഉണ്ട് കേട്ടോ. അത് അനങ്ങിയിട്ടൊന്നുമില്ല. ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഗൈസ് അത് പാടുന്നത് ഒരു കണ്ണണത്തിരിക്കുകയാണ്. നന്നായിട്ട് പാടി, അത്യാവശ്യം നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ടീച്ചറെ കണ്ടിട്ടോ. ആ ടീച്ചർ ഈ കൊല്ലം കൂടിയേ ഉള്ളൂ, റിട്ടയർഡ് ആവാണ്. പിന്നെ ലച്ചുവെച്ചൊക്കെ ജിലേബി അടിക്കാൻ പോയി. ഞങ്ങൾ അപ്പോഴത്തേക്ക് ഇവിടുന്ന് ഈ ഒരു സംഭവം മേടിച്ച് പിന്നെ ഞങ്ങൾ ഇറങ്ങിട്ടോ. അച്ഛൻ വണ്ടി വെച്ചത് ഒരു 2.5 കിലോമീറ്റർ നടക്കണം, എന്നാലേ വണ്ടി അവിടെ നിന്ന് കിട്ടുള്ളൂ. കാരണം ഇവിടെ എവിടെയും സ്പേസ് ഇല്ല. അപ്പം കല്ലിന് പൂളത്തോട്ടം ഇതുവരെ കണ്ടില്ല പറഞ്ഞപ്പോൾ ഞങ്ങളത് കാട്ടി കൊടുക്കുമായിരുന്നു കേട്ടോ. ഞാൻ ഇവിടെ പൂള പറഞ്ഞതുകൊണ്ട് ആർക്കൊന്നും തോന്നരുത്. ഞങ്ങളിവിടെ ചെളാരി ഭാഗത്ത് കപ്പയ്ക്ക് പൂള എന്നാണ് പറയാം കേട്ടോ. അപ്പോൾ ഒന്നും തോന്നരുത്. അങ്ങനെ ഇവലൊക്കെ മുന്നിൽ നടക്കുകയാണ്. ലച്ചേച്ചിക്ക് ഒരു കോൾ ചെയ്യേണ്ടിയിരുന്നു. അപ്പോൾ ഞങ്ങൾ ബാക്കിൽ ഇങ്ങനെ ഇവലെ പിന്നാലെ നടക്കുകയായിരുന്നു കേട്ടോ. വണ്ടിക്ക് അത്യാവശ്യം നല്ല കിലോമീറ്റർ പോകാണ്ട്, നടന്ന് പോകാണ്ട്, 2.5 കിലോമീറ്റർ നടക്കാണ്ട്. വേഗം നടന്ന വേഗം എത്താമെന്ന് വിചാരിച്ചിട്ട് വേഗം നടക്കുകയാണ്. ഞങ്ങൾ പുകയൂർ ഭാഗത്താട്ടോ വണ്ടി വെച്ചത്. കാരണം അത്ര റഷാണ്, പോലീസുകാർ എവിടെയും വണ്ടി വെക്കാൻ സമ്മതിക്കില്ല. ഞങ്ങൾ കുറച്ച് ദൂരത്താണ് വണ്ടി വെച്ചത്. അങ്ങനെ ഗൈസ് ഞങ്ങൾ വീട്ടിലേക്ക് പോകണതൊന്നും നിർത്തില്ല. പിന്നെ വീട്ടിലേക്ക് എത്തിയതിന് ശേഷമല്ല അതാട്ടോ അടുത്ത്. അപ്പോൾ ഗൈസ് നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക.